ഇപ്പോൾ ശശികല ടീച്ചർ ചേരുകയാണ് നമുക്കൊപ്പം തത്സമയമായി. ടീച്ചർ, ഇതിനൊരു അറുതിയില്ലേ? ഇതാ വീണ്ടും ഒരു മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം പഴയ കഥ തന്നെ. ഭക്തർ ആകപ്പാടെ വലയുന്നൊരവസ്ഥ. ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിന്റെ അവസാനം വേണം, പക്ഷെ അത് ഈ രൂപത്തിൽ അവസാനം ആവില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ പുതിയൊരു പ്രസിഡന്റിനെ പുതിയൊരു രൂപത്തിൽ അവതരിപ്പിച്ച് നമുക്ക് മുന്നിൽ ശബരിമലയെല്ലാം നേരെയാക്കാൻ പോകുന്നു എന്നൊരു ധാരണ ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രമം നടന്നു. പക്ഷേ സംഗതി പഴയ വീഞ്ഞെടുത്ത് രുചി കുപ്പിയിലാക്കി എന്നതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് അന്നേ പ്രതീക്ഷയില്ലായിരുന്നു. സംഭവിച്ചില്ല എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് കോടികൾ ചെലവഴിച്ച് പഞ്ചനക്ഷത്ര സൗകര്യം ഒരുക്കിയവർക്ക് ഇപ്പോൾ അയ്യപ്പ ഭക്തർ ഒഴുകി വരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ഒരു സൗകര്യം ഒരുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവർ അയ്യപ്പന്റെ കാര്യം നോക്കുന്നത്? ഇതര ആരാധനാലയങ്ങളെ പോലെ അല്ലല്ലോ ശബരിമല. ശബരിമല എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും ഒന്നാണ്. ഭക്തനും ഭഗവാനും ഒന്നാകുന്ന സന്നിധാനമാണ്. അപ്പൊ അവിടെ അയ്യപ്പന് കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ, അയ്യപ്പന് വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ, അയ്യപ്പന് മര്യാദയ്ക്ക് ദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ബുദ്ധിമുട്ടിക്കുന്നത് സാക്ഷാത് അയ്യപ്പനെയാണ്. എന്നാൽ രണ്ടും ഒന്നാണ്. നമ്മളൊരു മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെ അല്ല അവിടെ. ഇവിടെ മാലയിട്ടൊരു അയ്യപ്പൻ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും അനുഭവിപ്പിക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ അനുഭവിപ്പിക്കുന്നത് സാക്ഷാത് അയ്യപ്പനെയാണ്. കാരണം അയ്യപ്പനെ മുതൽ വരെ വെക്കാൻ മടിയില്ലാത്തവർക്ക്, അയ്യപ്പനെ വേണമെങ്കിൽ പുഴയ്ക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് വെറും അയ്യപ്പൻ വല്ലം കിട്ടിയില്ലെങ്കിൽ എന്താണ്? തീർച്ചയായും ഇവിടെ നമ്മൾ ഇവർക്ക് ആളാകാനോ അല്ലെങ്കിൽ ഭരണാരത്തിലെ പൈസ എടുത്തുകൊണ്ട് ഇവർക്ക് തരാതിടമെങ്കിൽ കാറ് മാറ്റാനോ അവർക്ക് ബത്ത മേടിക്കാനോ ഇതിനല്ല നമുക്ക് ദേവസ്വം ബോർഡ്. ഒരു ക്ഷേത്രത്തിന്റെ കൈകാര്യകർത്തൃത്വം നടത്തുന്ന ഭഗവാനെ അങ്ങ് ഭരിച്ചു കളയാനുള്ള ഉദ്ദേശത്തിലല്ല വരേണ്ടത്. എത്രത്തോളം സേവനം ഭക്തർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അവരുടെ വരുമാനം എടുത്ത് എന്തൊക്കെ വിധത്തിൽ ക്ഷേത്രത്തിന്റെ ഉന്നതിക്കും ഭക്തരുടെ ഉന്നതിക്കും ചെയ്യാൻ സാധിക്കും. ഈ കാഴ്ചപ്പാടില്ലാത്തവർ അവിടെ എത്തരുത്. ഈ കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാവുക? ഈ കാഴ്ചപ്പാട് ഉണ്ടാകണമെങ്കിൽ അതും ഭക്തനാകണം. ഇവിടെ ഭക്തനായോ? എന്നതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല സന്ദർശിക്കുന്നു. എല്ലാവരും അങ്ങനെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദർശിക്കുന്നില്ല അയ്യപ്പനെ, ദർശിക്കാനുള്ള താല്പര്യമില്ല. ഒരു ഇരുമുടിക്കെട്ടെടുത്ത് സന്നിധാനത്തേക്ക് വരുമോ അവര്? അങ്ങനെ വരുമ്പോൾ ആ ഇരുമുടിക്കെട്ടെടുത്ത് വരുന്ന അയ്യോ, അപ്പൊ തീർന്നില്ലേ? മതേതരത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു പാളീസാവൂലേ ടീച്ചറെ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്ത് എത്തിയാൽ അങ്ങനെ പോകാൻ അവര് പാർട്ടി നോമിനിയാണ്. അവര് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ ആരാണ് വരിക? ഏതെങ്കിലും സന്യാസി ശ്രേഷ്ഠന്മാരെയോ ഭക്തജന സംഘടനകളുടെ പ്രതിനിധികളെയോ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളോ അല്ലല്ലോ വന്നിരുന്നത്, മറിച്ച് പാർട്ടിക്കാരല്ലേ അവർ വേദിയിൽ വന്നിരുന്നത്. അപ്പൊ വെറും ഒരു പാർട്ടി നോമിനി മാത്രമാണ്. അപ്പൊ ആര് തന്നെ അവിടെ വന്നാലും അവരുടെ ഒന്നും സ്ത്രീകൾ സ്വതന്ത്രമല്ല. പാർട്ടി പിന്നിൽ നിന്ന് ചരട് വിളിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇരുമുടി കെട്ടെടുത്ത് വരാൻ സാധിക്കില്ല. അവിടേക്ക് വരുന്ന മേൽശാന്തി അകത്തിളങ്ങാൻ അവരൊക്കെ കെട്ടെടുത്താണ് വരുന്നത്. കെട്ട് നിറച്ചാണ് അവർ സന്നിധാനത്തേക്ക് ആദ്യം വരുന്നത്. അപ്പൊ അത്തരത്തിൽ വരാൻ സാധിക്കാത്തവർ, ഭക്തന്റെ പ്രതിനിധി അല്ലാത്തവർ അവിടെ കാര്യങ്ങൾ നോക്കുന്നിടത്തോളം കാലം ഇതിനപ്പുറം മറ്റൊന്നും. ടീച്ചറെ, ഒരു വാർത്ത അറിഞ്ഞോ? ഞങ്ങൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടിരുന്ന വിശദാംശങ്ങൾ കൃത്യമായി തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി ഈ കാട്ടുകള്ളം പോറ്റി താമസിച്ചിരുന്നതും വിരാജിച്ചിരുന്നതും സന്നിധാനത്ത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ ഒഫീഷ്യൽ റൂമിലാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഞാൻ ആ വാർത്ത കണ്ടു. എന്താണ് പത്മകുമാർ ഒന്നും അറിയില്ല എന്നുള്ള ഒരു പട്ടനെ പോലെ അഭിനയിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ മുറിയിൽ പോറ്റിയും കുടുംബക്കാരും ഉണ്ടായിരുന്നെങ്കിൽ പോറ്റി അവിടെ അയ്യപ്പനേക്കാൾ സ്വാധീനത്തിലല്ലേ നടന്നിരുന്നത്? വെറും ഏതെങ്കിലും ഒരു പോറ്റി വിചാരിച്ചാൽ നടക്കും. അവിടെ എത്രയോ പോറ്റിമാര് വരുന്നുണ്ടല്ലോ, അവർക്കൊന്നും അധികാരം അവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഈ പോറ്റി ഇവരുടെയൊക്കെ പ്രതിനിധിയായിരുന്നു. ഇവർക്ക് ഒരു മറ ആവശ്യമായിരുന്നു. ആ മറയായിരുന്നു പോറ്റി. ഇവരെടുക്കുന്നില്ല, പകരം പോറ്റി എടുത്ത് പുറത്തും പിന്നെ സ്വത്ത് വീതം നിൽക്കുന്നിടത്തേക്ക് കിട്ടിയ സ്വത്ത് വീതം നിൽക്കുന്നിടത്ത് ഇവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോറ്റിക്ക് സന്നിധാനത്ത് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇപ്പോഴും നമ്മളെന്താ ദിവസേന എല്ലാവരും വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുക, പത്മകുമാർ അറസ്റ്റ് ആവുമോ, ശങ്കർദാസിന്റെ മേലേക്ക് അന്വേഷണം ചെല്ലുവോ? ഇതിങ്ങനെ ഇതാ ഇപ്പോ എന്ന് പറഞ്ഞ് ഈ സിനിമകളുടെയൊക്കെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്ന പോലെ വാർത്തകൾ നിറഞ്ഞു നിൽക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് ഒരു കൊള്ളക്കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര നീണ്ട സമയമെടുത്തു. അപ്പൊ നമുക്കറിയാം, ഡൽഹി സ്ഫോടനം പോലുള്ള അത്രയും പ്രമാദമായ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പോലും തടതടേന അറസ്റ്റ് നടക്കുമ്പോൾ ഇതിങ്ങനെ വാർത്തകൾ നിറഞ്ഞെങ്കിലും ദിവസേന കാണ്ടം ചമച്ച് അവസാനം എന്തെങ്കിലും അറസ്റ്റ് നടക്കൂ എന്ന് കാത്ത് ഭക്തരെ ഇങ്ങനെ ഒരു ആകാംക്ഷയുടെ മുൻമുന്നയിൽ ഇരുത്തുക. ഇതൊരു സിനിമാ കഥ പോലെ കൊണ്ടുപോകാനുള്ളതല്ലല്ലോ ഭക്തർ ആലോചിക്കുന്നത്. അപ്പൊ ഈ മണ്ഡലകാലത്തെങ്കിലും ഇതിന്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അധികാരികളായി ഭക്തർ തന്നെ ഞങ്ങളാണ് അധികാരികൾ എന്ന ബോധം ഭക്തർക്കുണ്ടായേ മതിയാകൂ. അല്ലെങ്കിൽ ഇത് കുടിവെള്ളം കിട്ടാതെ കണ്ണു കാണാതെ ഒരുപക്ഷെ ബുദ്ധിമുട്ടേണ്ടി വരും.